ഹേ ഹലോ വാട്സ്ആപ്പ് ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. വാല്യൂ ഫോർ മണി അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നൊരു കോൺസെപ്റ്റിൽ കിട്ടാവുന്നതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് TWS ആണ് CMFന്റെ CMF ബഡ്സ് 2. ഓൾമോസ്റ്റ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ബഡ്സിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഡീസന്റ് ANC, ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റി, സ്പെഷ്യൽ ഓഡിയോ, ടച്ച് കൺട്രോൾ, ഇതുപോലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ പരിപാടികളും ഈ ഒരു പ്രോഡക്റ്റിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴത്തെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഒരു ഡീസന്റ് ക്വാളിറ്റി പ്ലാസ്റ്റിക്കിലാണ് ഇത് ബിൽറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇത് ടൈപ്പ് സിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഔട്ട് സൈഡിൽ നമുക്ക് ഇതിന്റെ LED ഇൻഡിക്കേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അകത്തായിട്ട് ഒരു പെയറിംഗ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് ആ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതിൽ ഒരു 2 to 3 സെക്കൻഡ്സ് നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻഡിക്കേഷൻ കാണിക്കും, ബ്ലിങ്ക് ചെയ്യും ലൈറ്റ്. സോ ഡിവൈസ് പെയറിംഗ് മോഡിലേക്കാവും. നമുക്ക് ഏത് ഡിവൈസ് വേണമെങ്കിൽ പെയർ ചെയ്യാം. അതിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഒരു 5 to 10 സെക്കൻഡ്സ് നമ്മൾ ഇതിൽ ലോങ് പ്രസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈസ് റീസെറ്റ് ചെയ്യും. ഇതിന് ഏതെങ്കിലും രീതിയിലുള്ള കണക്ടിവിറ്റി ഇഷ്യൂസോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇഷ്യൂസ് ഈ ഡിവൈസിൽ നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോട്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് റീസെറ്റ് ചെയ്താൽ മതി. ഇവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് വാല്യൂ ഫോർ മണി, അതായത് അണ്ടർ 2.5K കിട്ടാവുന്നത് വെച്ചിൽ വൺ ഓഫ് ദ ബെസ്റ്റ് കിഡിലൻ TWS ആണ് നത്തിങ്ങിന്റെ CMF ബഡ്സ് 2. ലുക്ക് വൈസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യമേ പറഞ്ഞു ഇതൊരു പ്ലാസ്റ്റിക് ബിൽറ്റ് ആണ്. സോ ഇത് സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആയിട്ടുള്ളൊരു സംഭവമല്ല. ഇത് സ്ക്രാച്ച് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാവുന്നതാണ്. നമ്മളിത് പോക്കറ്റിലൊക്കെ ക്യാരി ചെയ്യുന്ന സമയത്ത് ഇതിന്റെ കൂടെ കോയിൻസ് അല്ലെങ്കിൽ കീ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഷാർപ്പ് ഒബ്ജക്ട്സ് എന്തെങ്കിലും ഇടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ ചറ സ്ക്രാച്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ സ്ക്രാച്ച് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ താഴെ വീണ് കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തെറിക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ട. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഡീസൻ്റ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് ഇത് എങ്ങാനും അഥവാ താഴത്ത് വീണ് പോയി കഴിഞ്ഞാൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഈ ഇരിക്കുന്ന 2 TWSും തെക്ക് വടക്ക് ഇറങ്ങി ഓടിക്കോളും. കാരണം ഇതിലെ മാഗ്നറ്റ്സ് അത്ര സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് തന്നെ ഈ 2 സാധനങ്ങളും തെറിച്ചു പൊക്കോളും. ഇത് താഴെ വീണിട്ട് ഇത് ഡാമേജ് ആവുമെന്നുള്ള പേടിയൊന്നും വേണ്ട. സോ അതാണ് ഇതിൻ്റെ ബിൽറ്റിൻ്റെ കാര്യങ്ങളിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത്. 100% ചാർജ് ആയി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇത് വൈറ്റ് ഇൻഡിക്കേഷൻ, വൈറ്റ് LED തെളിയും. അതൊരു റെഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ബാറ്ററി ഇതിൻ്റെ ചാർജ് 30%-ത്തിൽ താഴെയായി എന്ന് നമുക്ക് വിചാരിക്കാം. 100% ആയി കഴിഞ്ഞിട്ട് കുറച്ച് ഡിലേ ആവുന്നുണ്ട് ഇത് വൈറ്റ് ഇൻഡിക്കേഷൻ കാണിക്കാനായിട്ട്. സോ 1.5 മണിക്കൂറിനടുത്ത് ഇത് ഫുള്ളി ചാർജ് ആവാനായിട്ട് എടുക്കത്തുള്ളൂ. 0 to 100 കേസ് പ്ലസ് ഇൻക്ലൂഡിങ് ബഡ്സ്. കോഡക്കിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്നത് AAC SBC കോഡക്കാണ്. LDAC ഇതിൽ ഇല്ല. LDAC സപ്പോർട്ട് ചെയ്യുന്നത് CMF ബഡ്സ് 2 പ്രോയും പ്ലസിലുമാണ് LDAC വരുന്നത്. ബഡ്സ് 2 പ്രോയിൽ നിന്നും ബഡ്സ് 2 പ്ലസിൽ നിന്നും വ്യത്യസ്തമായി നിർത്തുന്നത് അതിന്റെ ട്യൂണിംഗ് ആണ്. കിഡിലൻ പെർഫോമൻസ് ആണ്. നമുക്ക് 2 ഡിവൈസിൽ സ്മൂത്ത് ആയിട്ട് വിത്തൗട്ട് എനി ഡിലേയിൽ ഡ്യുവൽ കണക്ടിവിറ്റി വർക്ക് ആവുന്നുണ്ട്. ഭയങ്കര ഫാസ്റ്റ് പെയറിംഗ് ആണ്. ഈ കണക്ടിവിറ്റി അതുപോലെ തന്നെ പെയറിംഗ് അങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും യാതൊരുവിധ പ്രോബ്ലവും ഞാൻ കണ്ടിട്ടില്ല. ബെസ്റ്റ് കണക്ടിവിറ്റി ആണ്. ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് കണക്ട് ആവും. അതുപോലെ തന്നെ ഇതിൽ സ്പെഷ്യൽ ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. TWSലെ ടച്ച് കൺട്രോളും പരിപാടികളിലൊക്കെ ഭയങ്കര രസമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ യാതൊരുവിധ ഇഷ്യൂസും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല ഇതുവരെ. ഇതിൽ കൊടുത്തിരിക്കുന്നത് 11mm കസ്റ്റം PMA ഡ്രൈവർ ആണ്. അമേസിംഗ് സൗണ്ട് എക്സ്പീരിയൻസ്, അൾട്രാ ബേസ് ടെക്നോളജി ഒക്കെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ വോയിസിൽ നമുക്ക് വോയിസ് ഓവർ ചെയ്യുന്ന സമയത്തും കോൾ ചെയ്യുന്ന സമയത്തൊക്കെ നോയിസ് ക്യാൻസലേഷനും ഈ വിൻഡ് നോയിസ് റിഡക്ഷനൊക്കെ ഡീസൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ഇതിലെ കസ്റ്റം EQന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ നത്തിങ് എക്സ് ആപ്പ് ഇല്ലേ, നത്തിങ് എക്സ് ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതിലെ പെയറിംഗ് വരും. അതിൽ തന്നെ ഈ ആപ്പ് ത്രൂ നമുക്കിതിൽ ഈക്വലൈസറിൽ പോയി കഴിഞ്ഞാൽ പ്രീ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കുറേ മോഡ്സ് ഇതിൽ കാണിക്കും. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഡയറാക്ട് ഒപ്റ്റിയോയിൽ സെലക്ട് ചെയ്യുക, ഈക്വലൈസർ എടുക്കുക. ഈക്വലൈസറിൽ ഡയറാക്ട് ഒപ്റ്റിയോ എന്ന് പറയുന്ന സംഭവമില്ലേ, അത് നിങ്ങൾ എനേബിൾ ആക്കി ഇടുക. വേറെ ഒന്നും ചെയ്യണം. നോർമലി ഇതിൽ കിട്ടുന്ന ഒരു ഡീസൻറ്റ് ആയിട്ടുള്ള ഒരു പഞ്ചി ബേസ് ഇതിൽ വരുന്നുണ്ട്. ഡീസൻറ്റ് ബേസ് വരുന്നുണ്ട്. സോ കുറച്ചുകൂടി ബേസ് കൂടുതലായിട്ട് വേണം എന്ന് തോന്നുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് ഇവിടെ അൾട്രാ ബേസ് എന്ന് പറഞ്ഞൊരു
ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അൾട്രാ ബേസ് നമുക്ക് എക്സ്ട്രാ ഇത്രയും പോയിന്റിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അൾട്രാ ബേസ് ഒരു 2-ലാണ് ഞാൻ ഇടുന്നത്. വോളിയം ഞാൻ സെറ്റ് ചെയ്യുന്നത് ഒരു ബിലോ 50-ലായിരിക്കും. ബിലോ 50 എന്ന് പറയുമ്പോൾ ഒരു 30-35-ലാണ് ഞാൻ നോർമലി പാട്ട് കേൾക്കാനായിട്ട് വോളിയം സെറ്റ് ചെയ്യുന്നത്. സ്പെഷ്യൽ ഓഡിയോ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എനേബിൾ ആക്കി ഇടുക, ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ ഡിസേബിൾ ആക്കി ഇടുക. ഇതിൽ കിട്ടുന്ന സൗണ്ട് എക്സ്പീരിയൻസ് ഡീസെന്റ് സൗണ്ട് എക്സ്പീരിയൻസ് ആണ്, വിച്ച് ഈസ് റിയലി നൈസ്. ലോ ആൻഡ് ഹൈ ഫ്രീക്വൻസി ഒക്കെ നമുക്ക് ഡീസെന്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിലാണ് ഇത് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഒരു ഫ്രീക്വൻസീസും ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നില്ല. ഇതിൽ നമുക്ക് കിട്ടാവുന്ന ഒരു വോക്കലിന്റെ ക്ലാരിറ്റി, അതുപോലെ തന്നെ ബേസ്, ലോ ആൻഡ് ഹൈ ഫ്രീക്വൻസീസ്, അതുപോലെ ലോ മിഡ് ഫ്രീക്വൻസീസ്, ഇതെല്ലാം ഡീസെന്റ് ആയിട്ടാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നമുക്ക് പാട്ടിലെ വോക്കല്, അതിന്റെ വോക്കൽ ക്ലാരിറ്റി, ഇൻസ്ട്രുമെന്റ് സെപ്പറേഷൻ, ഈ പരിപാടികളൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് മ്യൂസിക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ് CMF Buds 2. ബഡ്സിന്റെ വെയിറ്റ് വരുന്നത് 4.5 gram ആണ്. അതുപോലെ കേസ് ഇൻക്ലൂഡിങ് കേസ്, അതായത് ഈ ഒരു കേസിൽ ബഡ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 41.5 gram ആണ് ഇതിന്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത്. ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിത്തെറിച്ച് പോകും. ആക്സിഡന്റലി നമ്മുടെ കയ്യിൽ നിന്ന് താഴെ പോയി കഴിഞ്ഞാൽ വേറെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. ഒരേ ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് താഴെ വീണ് കഴിഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന ഈ കുഞ്ഞന്മാരെ രണ്ടുപേരെയും നമ്മൾ നോക്കിയെടുക്കണം. താഴെ വീഴുന്ന സമയത്ത് ഇവന്മാർ തെക്ക് വടക്ക് ഇറങ്ങി ഓടും. ഇതിങ്ങനെ തെറിച്ചു പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇങ്ങനെ ഇത് താഴെ വീണ ഈ സാധനം തെറിച്ചു പോകും. താഴെ വീണ് പൊട്ടിപ്പോകുന്നോ ഡാമേജ് ആവുമോ അങ്ങനെയുള്ള യാതൊരുവിധ ഇഷ്യൂസ് ഉണ്ടാവത്തില്ല. പിന്നെ ഇതിൽ 48 dBയുടെ നോയ്സ് ക്യാൻസലേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഡീസെന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എൻവയോൺമെന്റൽ നോയ്സ് നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. 0% നോയ്സ് ക്യാൻസലേഷൻ അല്ല, എന്നാലും ഡീസെന്റ് നോയ്സ് ക്യാൻസലേഷൻ ആണ് ഇത് വരുന്നത്. നോർമൽ ട്രാൻസ്പെറൻസി കൂടെ വരുന്നത് ഇതിൽ. ആ ഒരു ചിൽ സൗണ്ട് ഒക്കെ ഇല്ലേ, ഒരു തരം നമുക്ക് പുറത്തുനിന്നുള്ള സൗണ്ട് കേൾക്കുമ്പോഴുള്ള ആ ഒരു ഹൈ ഫ്രീക്വൻസി സംഭവമില്ലേ, അങ്ങനെയല്ല. അതിൽ നോർമൽ ആയിട്ടുള്ള രീതിയിലാണ് ഇതിൽ ട്രാൻസ്പെറൻസി മൂഡ് വർക്ക് ചെയ്യുന്നത്. അഡാപ്റ്റീവ് ANC ഒക്കെ വളരെ ഗംഭീരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നോയ്സ് ക്യാൻസലേഷനിൽ തന്നെ അതിൽ ലോ ഉണ്ട്, മിഡ് ഉണ്ട്, ഹൈ ഉണ്ട്, അഡാപ്റ്റീവ് ഉണ്ട്. അങ്ങനെ 4 സ്റ്റേജസ് ഓഫ് നോയ്സ് ക്യാൻസലേഷൻ നമുക്ക് ഇതിൽ കസ്റ്റമൈസ് ചെയ്യാൻ കഴിയും. ട്രാൻസ്പെറൻസി, ഓൺ ആൻഡ് ഓഫ്, ഈ 3 സംഭവമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ സ്പെഷ്യൽ ഓഡിയോ ആപ്പ് ത്രൂ തന്നെ നമുക്ക് ഓൺ ആക്കാം, ഓഫ് ആക്കി ഇടാം. പിന്നെ വരുന്നത് അൾട്രാ ബേസിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ ഈക്വലൈസർ നമ്മൾ സംസാരിച്ചതാണ്. പിന്നെ ഈ ഈക്വലൈസർ നമുക്ക് കസ്റ്റമൈസ് എന്ന് വെച്ചാൽ ഇത് ഈ ഒരു സിംപിളി കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ഒരു ഈക്വലൈസർ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കസ്റ്റം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ഒരു മിഡ്, ലോ, ഹൈ ഈ സംഭവങ്ങൾ നമുക്കിങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ആ ഒരു രീതിയിലാണ് ഇവിടെ ഈക്വലൈസർ കൊടുത്തിരിക്കുന്നത്. അതായത് മിഡ്, ബേസ് ആൻഡ് ട്രെബിൾ ഈ 3 +6 -6 അങ്ങനെയാണ് അതിൻ്റെ റേഞ്ചസ് വരുന്നത് എല്ലാത്തിൻ്റെയും. അതിലൊന്നും തൊടേണ്ട ആവശ്യമില്ല. നേരെ പോവുക, ഇവിടെ ഡയറാക്ട് ഒക്റ്റീവ് ചൂസ് ചെയ്യുക. ആ ഒരു ട്യൂണിങ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും റെക്കമെൻഡ് ചെയ്യാവുന്ന, ധൈര്യമായിട്ട് എടുക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും CMF Buds 2. ബഡ്സ് IP55 റേറ്റിംഗാണ് വരുന്നത്. ഇതിൽ വെള്ളത്തിൽ മുക്കി പിടിക്കാനൊന്നും നോക്കണ്ട ഗൈസ്. നമ്മൾ ചെറിയ സ്പ്ലാഷ് പ്രൂഫ് എന്നൊക്കെ പറഞ്ഞ പോലെ ചെറിയ മഴയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും, പിന്നെ ഈ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും, ഈ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വിയർപ്പില്ലേ, അങ്ങനെയുള്ള സംഭവങ്ങളിലൊന്നും വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടാകത്തില്ല. ഇത് കാതിൽ വെച്ചിട്ട് പോയി കുളത്തിൽ ചാടി കഴിഞ്ഞാൽ ഇത് സാധനം അടിച്ചു പോകാനുള്ള ചാൻസസ് ഉണ്ട്. സ്പ്ലാഷ് പ്രൂഫ് എന്ന് പറയും. ഇത് സ്പ്ലാഷ് പ്രൂഫ് ആയിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അതുപോലെ കേസിന് IPX2 ആണ് വാട്ടർ റെസിസ്റ്റന്റ് വരുന്നത്. ഗംഭീര ഫാസ്റ്റ് പെയറിംഗ് ആണ്. ആൻഡ്രോയിഡ് പ്ലസ് ഐഫോൺ ഈ രണ്ടിലും കൂടി സെയിം ടൈമിലാണ് ഇതിൽ ഡ്യുവൽ കണക്ഷൻ എനേബിൾ ആക്കിയിട്ടിരിക്കുന്നത്. ഇതിന്റെ അടപ്പ് തുറക്കേണ്ട താമസമേ ഉള്ളൂ. ഈ രണ്ടിലും ചടപടയെന്ന് ചാടി കയറി പിടിക്കുന്നുണ്ട് ഇതിന്റെ പെയറിങ്. TV കാണുവാണെന്നുണ്ടെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സാധനം ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് ഇതിൽ യൂസ് ചെയ്യാനായിട്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന മീഡിയ അത് ഏതിലാണോ, TV-യിലാണെന്നുണ്ടെങ്കിൽ ഇത് TV-യിൽ പെയർ ആവും. ഞാനിപ്പോൾ ഈ 2 ഫോണിലും ഇത് പെയർ ചെയ്തു. ഈ 2 ഫോണിലും ഞാൻ യൂട്യൂബ് എടുത്തു എന്ന് വിചാരിക്കുക. ഈ 2 ഫോണിൽ ആദ്യം പ്ലേ ആവുന്നത് ഏത് ഫോണിലാണോ ആ ഫോണിൽ ഇത് പെർഫോം ചെയ്യും. 2 ഫോണിലും ഒരേ സമയത്ത് ഈ ഒരു ഡിവൈസ് നമുക്ക് വെച്ച് പാട്ട് കേൾക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സിനിമ കാണാൻ പറ്റില്ല. ഈ എൻ്റെ ഐഫോണിൽ ഞാൻ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക ഒരു വീഡിയോ. ഈ സാധനം ഇതിൽ കണക്ട് ആവണമെന്നുണ്ടെങ്കിൽ ഐഫോണിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ പോസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിതിൽ വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. സോ കണക്ടിവിറ്റിയുടെ ഒന്നും ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. ആപ്പിൽ ഡിവൈസ് സെറ്റിങ്സ് ഇല്ലേ, ഈ ഡിവൈസ് സെറ്റിങ്സിലാണ് ഇതിൻ്റെ ഇന്നിയർ ഡിറ്റക്ഷൻ എനേബിൾ ആൻഡ് ഡിസേബിൾ ആക്കി ഇടാനായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ വരുന്നത്. നമ്മൾ ജസ്റ്റ് ഡിവൈസ് സെറ്റിങ്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഇന്നിയർ ഡിറ്റക്ഷൻ ഓൺ ഓർ ഓഫ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഇയർ ടിപ്പ് ഫിറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. ഈ ഇയർ ടിപ്പിൽ ഈ കൊടുത്തിരിക്കുന്ന സാധനം ഏത് സൈസാണോ കറക്റ്റ് അത് വെച്ചതിന് ശേഷം ജസ്റ്റ് ഈ സാധനം നമ്മൾ ഈ ഒരു സാധനം ഇങ്ങനെ ചെവിയിൽ വെക്കുക. ചെവിയിൽ വെച്ചതിന് ശേഷം ഇങ്ങനെ ഒരു സംഭവം ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞ് വരും.
സോ നമുക്കിതിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സൗണ്ട് കേൾക്കും. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കേട്ട് കഴിയുമ്പോഴേക്കും ഇയർ ടിപ്പ് ഫിറ്റ് ടെസ്റ്റ് ഫിനിഷായി. ഇവിടെ നോക്കുമ്പോൾ അറിയാം എൻ്റെ ലെഫ്റ്റ് ഈ സാധനം ഞാൻ മര്യാദക്കല്ല വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരെണ്ണത്തിൻ്റെ നേരെ ഒരു യെല്ലോ ടിക്കേ വന്നിട്ടുള്ളൂ. ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. യെസ്, നൗ ഇറ്റ്സ് സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ളൊരു സാധനം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് എവിടെയെങ്കിലും മിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻഡ് മൈ ഇയർ ബഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഡ്യുവൽ കണക്ഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഡ്യുവൽ കണക്ഷൻ എനേബിൾ ആക്കി ഇടണം. പിന്നെ നമുക്ക് ഏതൊക്കെ പെയർ ചെയ്തിട്ടുള്ള ഏതൊക്കെ ഡിവൈസാണ് ഇതിൽ ഡ്യുവൽ കണക്ഷനായിട്ട് വേണ്ടത്, ആ ഡിവൈസസ് രണ്ടും ഇവിടെ ടിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ 2 ഡിവൈസും ഡ്യുവൽ കണക്ഷൻ എനേബിൾ ആവും. ഇതിൽ ബ്ലൂടൂത്ത് ഓൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സുനാബ്ലയുടെ അടപ്പൻ നമ്മൾ തുറക്കുന്ന സമയത്ത് ഇത് രണ്ടിലും പെയർ ആയിക്കോളും. ഇവിടെ എബൌട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ബാക്കിയുള്ള എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നത്. അതിൽ ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഒക്കെ കാര്യങ്ങൾ വരുന്നതൊക്കെ ഇവിടെ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ടച്ച് കൺട്രോളിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡീസൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഇവിടെ ആയിട്ട് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. 2 TWSൻ്റെയും ടച്ച് കൺട്രോൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ കഴിയും. ലെഫ്റ്റിൽ ഡബിൾ ടാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പ്രീവിയസ് ട്രാക്കിലേക്ക് പോകും, റൈറ്റിൽ നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകും. അങ്ങനെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഇത് കസ്റ്റമൈസ് ചെയ്യാൻ കഴിയും. സ്കിപ്പ് ബാക്ക് കൊടുക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ഫോർവേഡ്, പിന്നെ വോയിസ് അസിസ്റ്റ്, ഈ സംഭവങ്ങളൊക്കെ ഇതിൽ ട്രിപ്പിൾ ടാപ്പിൽ കൊടുക്കാം. ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിൽ കസ്റ്റമൈസ് ചെയ്യാം. നോർമലി ഞാൻ ചെയ്യുന്നത് ലെഫ്റ്റിൽ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴേക്കും ANC മോഡ്, ട്രാൻസ്പെറൻസി മോഡ് സ്വിച്ച് ഓവർ ചെയ്യും. ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ വോയിസ് അസിസ്റ്റ് വരും. സിംഗിൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. റൈറ്റ് സൈഡിൽ വോളിയം അപ്പ് കൊടുക്കാം, ലെഫ്റ്റ് സൈഡിൽ വോളിയം ഡൗൺ കൊടുക്കും. ഇതൊക്കെയാണ് ഇതിന്റെ ടച്ച് കൺട്രോളിൽ വരുന്നത്. 5.4 ആണ് ബ്ലൂടൂത്ത് വരുന്നത്. കണക്ടിവിറ്റി വരുന്നത് 10 മീറ്റർ ഡിസ്റ്റൻസ് ആണ് ഇതിൽ പറയുന്നത്. കോൾ ചെയ്യുന്ന സമയത്തും നമുക്കല്ലാതെ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ട് ഇതിൽ വോയിസ് ക്യാച്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് ഔട്ട് സൈഡിലുള്ള നോയ്സ് ഒക്കെ നല്ല ഡീസൻ്റ് ആയിട്ട് ഇത് കട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ 2 എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഫോണിൻ്റെ മൈക്രോഫോണിൽ നിന്നാണ്. ആൻഡ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് CMFൻ്റെ ബഡ്സ് 2 നിന്നാണ്. ആൻഡ് ഇതാണ് അതിൻ്റെ ഒരു മൈക്രോ ക്ലാരിറ്റി ആൻഡ് നോയ്സ് ക്യാൻസലേഷൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത്. ഗൈസ്, ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് CMF ബഡ്സ് 2 ത്രൂ ആണ്. സോ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും നമ്മുടെ വോയിസിൻ്റെ ക്ലാരിറ്റിയും ബാക്ക്ഗ്രൗണ്ട് റിഡക്ഷനും ഒക്കെ വരുന്നത്. ആൻഡ് ബാറ്ററിയുടെ കാര്യം പറഞ്ഞാൽ വിച്ച് ഈസ് വെരി 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 ഗുഡ് ബാറ്ററീസ് ആണ് ഇതിൽ രണ്ടിലും കൊടുത്തിരിക്കുന്നത്. TWSലും കേസിലും 53 mAh ബാറ്ററിയാണ് ഈ TWSൽ കൊടുത്തിരിക്കുന്നത്. കേസിലാകുമ്പോഴേക്കും 460 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന TWS ആണ്. ഇരിക്കുന്ന 2 കുഞ്ഞന്മാരെ നമ്മളിങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ അടച്ച് ഈ കേസ് മാത്രം ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ, അപ്രോക്സിമേറ്റ് 1 hourൽ നമുക്ക് ഈ ഒരു കേസ് ഫുള്ളി ചാർജ് ആവും. വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒൺലി വയേർഡ് ചാർജിങ്, അതും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻക്ലൂഡിങ് TWS നമുക്ക് 1.5 മണിക്കൂർ കൊണ്ട് ഈ സാധനം ഫുള്ളി ചാർജ് ആവും. കേസ് ചാർജായി 100% TWS ചാർജ് ആയി. സോ നമ്മൾ ആദ്യം TWS എടുക്കുന്നു, ഇതിൽ ഫുള്ള് പാട്ട് കേട്ട് ഇതിൻ്റെ ചാർജ് 100ൽ നിന്ന് 0 ആകുന്നു, ചാർജ് തീരുന്നു, നമ്മൾ ഇതിൽ വെച്ചിട്ട് ചാർജ് ചെയ്യുന്നു ഫസ്റ്റ് ടൈം. അതേപോലെ 3 തവണ നമുക്ക് ചാർജ് ആകാം ഈ ഒരു TWS. അത്രയും കപ്പാസിറ്റി ഉണ്ട് ഇതിന്. പ്ലേ ബാക്ക് ടൈം വരുന്നത് 7.5 മണിക്കൂർ ഈ സാധനം കിട്ടും. ഈ 7.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ANC ഞാൻ എനേബിൾ ചെയ്ത് സ്പെഷ്യൽ ഓഡിയോ എനേബിൾ ചെയ്തിട്ട് ഇതിൻ്റെ ഈ ബേസ് ഫുൾ ബേസ് ഇട്ടിട്ട് എല്ലാ പരിപാടികളും എനേബിൾ ചെയ്തിട്ടാണ് ഹൈ വോളിയം 100% വോളിയത്തിലാണ് ഞാനിത് ടെസ്റ്റ് ചെയ്തത്. സോ 7.5 മണിക്കൂർ കണ്ടിന്യൂസ് പ്ലേ ബാക്ക് ടൈം ഇതിൽ കിട്ടുന്നുണ്ട്. ഇത് എടുത്തതിന് ശേഷം 3 times എക്സ്ട്രാ ചാർജിങ് ചെയ്യുക ഈ ഒരു കേസിൽ നിന്ന്. സോ അത്രയും ഒരു ഡീസൻ്റ് അല്ല, ഒരു ഗ്രേറ്റ് ബാറ്ററി പെർഫോമൻസ് കിട്ടുന്നുണ്ട് ഈ ഒരു CMF ബഡ്സ് 2ൽ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ഓവറോൾ ലിസണിങ് എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഡീസൻറ്റ് ആൻഡ് ഗുഡ് റേഞ്ച് ഓഫ് ട്യൂണിംഗ് ആണ് ഇതിൻ്റെ ലോ ഹൈ ഫ്രീക്വൻസീസ് വരുന്നത്. എക്സ്ട്രാ ബേസ് വേണ്ടവർക്ക് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ആ ബേസ് എൻഹാൻസ്മെൻറ്റ് ഇട്ടിട്ട് ആ ആപ്പ് ത്രൂ ബേസ് നമുക്ക് ആവശ്യമുള്ള ബേസ് കൂട്ടിയും കുറയ്ക്കാക്കിയിട്ട് യൂസ് ചെയ്യാം. വോക്കലിൻ്റെ ക്ലാരിറ്റി, പിന്നെ അതിൽ വരുന്ന ആ മിഡ് ഫ്രീക്വൻസിയിൽ വരുന്ന ആ ഒരു ഡീസൻറ്റ് ട്യൂണിങ്, ഒന്നും ഓവർലാപ്പ് ചെയ്ത് നിൽക്കാത്ത രീതിയിലുള്ള ട്യൂണിങ് അത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇൻസ്ട്രുമെൻ്റൽ സെപ്പറേഷൻസ് വിച്ച് ഈസ് വെരി ഗുഡ്. നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് പ്ലേയിങ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഓരോ ഇൻസ്ട്രുമെൻറ്റ്സും നമുക്ക് ഇതിൽ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ട്.
ഹൈ ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസിയിലുള്ള ആ ഒരു എഫക്റ്റൊക്കെ കറക്റ്റായിട്ട് ഡീസൻ്റായിട്ട് ഈ സാധനം നമുക്ക് കേൾപ്പിച്ച് തരും. സോ അതൊക്കെയാണ് CMF2-ൻ്റെ ഒരു ലോങ് ടൈം യൂസർ എക്സ്പീരിയൻസ് വരുന്നത്. ഇത് ധൈര്യമായിട്ട് ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് CMF-ൻ്റെ CMF Buds 2. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2400 രൂപയാണ് അത്ര അങ്ങോട്ട് ആയിട്ടുള്ളൂ. യൂറോപ്പിലാണെന്നുണ്ടെങ്കിൽ ഇത് 29 യൂറോ ആയിട്ടുണ്ട്. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ.